അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഹാഫിളാണോ, ഖുറാൻ ഫുള്ളായി പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ഉത്തരം, ഞാൻ ഹാഫിളല്ല. ഞാൻ ഖുറാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഓരോ സൂറത്ത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഹാഫിളിൻ്റെ സഹായത്തോടെ, ഒരു തഫ്സീറിൻ്റെ കിതാബിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഖുറാൻ പഠിക്കുന്നുള്ളത്. എനിക്കെന്നല്ല, ഏതൊരാൾക്കും ഖുറാൻ പഠിക്കാൻ പല മാധ്യമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഏതെങ്കിലും ഒരാൾ ഹാപ്പിളായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവരുടെ സഹായത്തോടെ നമുക്ക് പഠിക്കാം. പിന്നെ നമ്മൾ ബുക്ക് സ്റ്റാളിൽ ഒരുപാട് തഫ്സീറിൻ്റെ കിതാബുകൾ കിട്ടും. ഈ തഫ്സീറിൻ്റെ കിതാബ് നോക്കിയിട്ട് നമുക്ക് ഖുറാൻ പഠിക്കാൻ പറ്റും. പക്ഷെ പഠിക്കണം എന്ന ബോധം, അല്ലെങ്കിൽ ആ ഒരു പഠിക്കണം എന്നുള്ള, എന്തായാലും പഠിക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും ഖുറാൻ ഫുള്ളായി പഠിച്ചെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ ഖുറാൻ ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ 2-3 പേര് ചോദിച്ചത്, ഖുറാൻ പണ്ഡിതന്മാർക്ക് മാത്രമല്ല അതിൻ്റെ അർത്ഥം അറിയാൻ പറ്റുള്ളൂ, പിന്നെ ഖുറാൻ്റെ അർത്ഥം കടൽ പോലെയല്ലേ എന്നൊക്കെ. ശരിക്കും അതിന് മനസ്സിലാക്കാത്ത കാരണം കൊണ്ടാണോ എന്നറിയില്ല. ഖുറാൻ കടൽ പോലെയാണ് അതിൻ്റെ അർത്ഥം എന്നത് കറക്റ്റാണ്. പക്ഷേ ഖുർആൻ ഒരിക്കലും ഒരു പണ്ഡിതന് അവതരിച്ചതല്ല. ഖുറാൻ ലോക മുസ്ലിങ്ങൾക്ക് അവതരിച്ചതാണ്. നമ്മൾ ഓരോരുത്തരും ഖുറാൻ വഴികാട്ടിയായിട്ടാണ് കണ്ടത്, അല്ലേ? ഖുറാനാണ് നമ്മുടെ വഴികാട്ടി. ഇമാമുക്ക് ഖുറാനാണ്. ഈ ഖുറാൻ നമ്മുടെ വഴികാട്ടിയാണെന്നുണ്ടെങ്കിൽ ഖുറാൻ എന്താണ് അല്ലാഹു പറഞ്ഞതെന്ന് അറിയണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഖുറാനാണ്. ഇന്ന് നമ്മൾ ഹിഫ്ള് കോളേജുകൾ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഹാഫിളിങ്ങളാക്കാൻ വേണ്ടി നമ്മുടെ മക്കൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ഹാഫിളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു കാലത്തിലും നമ്മൾ ഖുറാൻ പഠിക്കണം എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിലേക്ക് പോകുന്നത് മുസ്ലിങ്ങളാണ്. ശരിക്കും ഇസ്ലാം കൽപ്പിച്ച പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ വിലയിരുത്തണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു നാട്ടിലൊരു ഹാപ്പിൾ ഉണ്ട് എന്ന് കരുതി, ഒരു പണ്ഡിതൻ ഉണ്ട് എന്ന് കരുതി എൻ്റെ ആഖിറലോകം അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്തത് അതാണ് എനിക്ക് കിട്ടുക, അല്ലേ? നഫ്സിയാണ്. എൻ്റെ നാട്ടിലൊരു ഹാപ്പിൾ ഉണ്ട് എന്ന് കരുതി എൻ്റെ ഖബർ വിശാലമാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണം എന്ന് ആർക്കും പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ എന്ത് ചെയ്തു അത് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഖുറാൻ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന ചോദ്യം നമ്മളോട് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന സ്റ്റക്കാണ്. എൻ്റെ പണ്ഡിതനെ അറിയുള്ളൂ, ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വഴികാട്ടി എന്ന് പറയുന്നത് ലോക മുസ്ലിങ്ങൾക്കാണ് ഈ ഖുറാൻ വഴികാട്ടിയായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഖബറിലേക്ക് ഒരു പണ്ഡിതനും വരില്ല, നമ്മുടെ ഖബറിലേക്ക് ഒരു ഹാഫിളിങ്ങളും വരില്ല. നമ്മൾ ഓരോരുത്തരാണ്, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് നിർബന്ധമായ കാര്യമാണ്. ഈ പറയുന്ന പോലെ കടൽ പോലെ എന്ന് പറഞ്ഞത്, ഖുറാൻ കടൽ പോലെയാണ്, അറിവും കടൽ പോലെയാണ് എന്ന് കരുതി. ഇപ്പോൾ തഫ്സീർ എന്നതും ഈ വാക്കർത്ഥം രണ്ടാണ്. ഒരു ഖുറാൻ്റെ വാക്കർത്ഥം പഠിക്കുന്നതും ആ ഖുറാൻ എവിടെ വെച്ചാണ് അവതരിച്ചത്, ഏത് സന്ദർഭത്തിലാണ് അവതരിച്ചത്, ആ ഖുറാൻ്റെ ഓരോ ആയത്ത് അവതരിച്ച ആ സന്ദർഭവും ആ സാഹചര്യം ഫുള്ളായിട്ട് പഠിക്കുന്നതാണ് തഫ്സീർ എന്ന് പറഞ്ഞാൽ. വാക്കർത്ഥമല്ല, തഫ്സീർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ ഇന്നലെ ഏതൊരാൾക്കും ഒരു ഹാഫിളിൻ്റെ സഹായത്തോടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കിതാബിൻ്റെ സഹായത്തോടെ, തഫ്സീറിൻ്റെ കിതാബിൻ്റെ സഹായത്തോടെ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന തങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പണ്ഡിതന് മാത്രമല്ല ഖുറാൻ ഇറങ്ങിയത്. ഖുറാൻ പഠിച്ചതിന് ശേഷമാണ് അവർ പണ്ഡിതനാവുന്നത്. മനസ്സിലായോ?